നമസ്കാരം. നമ്മുടെ ലൈഫിന്റെ കൺട്രോള് നമ്മുടെ കൈ വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ കാര്യങ്ങളെല്ലാം സ്റ്റക്ക് ആവുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ, നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത പോലെ, കംപ്ലീറ്റ് കൺട്രോളും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ, ആ ഒരു രീതിയിലുള്ള ഫീലിംഗ് ഒക്കെ പലപ്പോഴും നമുക്ക് വരും. ഒരുപാട് ഐഡിയാസ്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരുപാട് അതിന്റെ ലിസ്റ്റ് കുറെ, അതുപോലെ തന്നെ ഒരുപാട് പല വിഷയങ്ങൾ കൊണ്ട് നമ്മുടെ മൈൻഡ് നിറഞ്ഞിരിക്കുകയും ചെയ്യും. ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, ഒരുപാട് ടു ഡു ലിസ്റ്റ് കുറെ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലറായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് ബാക്ക് ടു കൺട്രോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ നമുക്ക് എങ്ങനെ തിരിച്ച് പിടിക്കാം? ഇതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെ ആയിരിക്കും അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ഇമോഷൻസ്, വെറീസ്, ഫിയേഴ്സ്, പല രീതിയിലുള്ള തോട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മുടെ മനസ്സിനെ കംപ്ലീറ്റ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ ചെയ്യാന്ന് വെച്ചാല് നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ പലപ്പോഴും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷന്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, വളരെ ശാന്തമായ രീതിയിൽ നമ്മളൊന്ന് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിന്നിട്ട്, വളരെ ദീർഘമായിട്ടുള്ള ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കുകയും അതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന രീതിയിൽ ഒരു 4, 5, 10 അതിലധികമോ സമയം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വിടുക. അതിനുശേഷം നമ്മളുടെ ഓരോ ഫീലിങ്സ് മീൻസ് നമ്മുടെ കയ്യിൽ എന്ത് ഫീൽ ചെയ്യുന്നു, കാലിൽ എന്ത് ഫീൽ ചെയ്യുന്നു, നമുക്ക് ചുറ്റുമുള്ള ക്ലൈമാറ്റ് എങ്ങനെ, തണുപ്പാണോ ചൂടാണോ, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ആ ഒരു നിമിഷത്തിൽ നമ്മൾ കംപ്ലീറ്റ് നിൽക്കുക. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ കംപ്ലീറ്റ് ഡിസ്കണക്ട് ചെയ്തിട്ട് ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നമുക്ക് നിൽക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുപാട് ഫ്രീ ആക്കാൻ പറ്റും. അതൊരു മിനിമം ലെവലിലുള്ള മെഡിറ്റേഷൻ. അതുപോലെ തന്നെ മറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുടെ ഒരു ഇൻസ്ട്രക്ഷനോട് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബിലും മറ്റുമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മെഡിറ്റേഷൻസ് അവൈലബിൾ ഉണ്ട്. ആ രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ രീതിയിൽ റെഗുലർ ആയിട്ട് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ അതൊന്ന് ഫ്രീ ആക്കാൻ, മനസ്സ് ഒന്ന് ശാന്തമാവാൻ അത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ നമ്മുടെ കയ്യിലെടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ഒരുപാട് തോട്ട്സ്, ഒരുപാട് വെറീസ്, അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പം ഇതിൽ ശരിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ നമ്മളൊന്ന് ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നമുക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു കൺട്രോൾ നമുക്ക് നമ്മുടെ ലൈഫിന് കിട്ടും. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടാവും. മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പല പല വിഷയങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. അതേസമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ടൈമും മറ്റു കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട്, നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഒരു കൺട്രോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൈമിനെ മാനേജ് ചെയ്യുക. നമ്മൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ സമയത്തിനനുസരിച്ച്, സമയം വെറുതെ കളയാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിൻ്റെതായ ഷെഡ്യൂൾ കാര്യങ്ങൾ ചെയ്തിട്ട് വേണ്ട സമയത്ത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഡിലേ വരുത്താതെ നല്ല രീതിയിൽ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ
നമുക്ക് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഈ രീതിയിലുള്ള ഒരു കണ്ടീഷൻ വരുന്നതിന്റെ പല കാരണങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും. പലപ്പോഴും നമ്മൾ പാരന്റ്സുമായിട്ട് അല്ലെങ്കിൽ സ്പൗസുമായിട്ട് ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളിപ്പം ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ പോലും നമ്മൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള രീതിയിലൊന്നും കാര്യങ്ങൾ നോക്കേണ്ടതില്ല. നമ്മളൊരു മിനിമം രീതിയിൽ നമ്മൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഓവറോൾ കാര്യങ്ങൾ ഒരു കൺട്രോൾ കൊണ്ടുവരാനും ഈ രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.